നമ്മളിന്ന് നമ്മുടെ ബിഗ് ഡ്രീം കം ട്രൂ ഡേ ആണ്. കാരണം നമ്മൾ ചെറുപ്പം മുതലേ ഒരുപാട് ആഗ്രഹിച്ച് നമ്മളിന്നൊരു പപ്പിയെ മേടിക്കാൻ പോവാണ്. സോ അല്ലേ അല്ലേ സോ നമ്മൾ മേടിക്കാൻ പോകുന്ന ബ്രീഡ് എന്ന് പറയുന്നത് ബീഗിളാണ്. ബീഗിൾ മെയിൽ പപ്പിയാണ്. അപ്പോൾ നമ്മൾ അതിന് പേരിട്ടിരിക്കുന്നത് പത്രോസ് എന്നാണ്. അപ്പം ഇന്നാണ് അവർ അവിടെ നിന്ന് നമുക്ക് പപ്പീനെ അയച്ചിട്ടുണ്ട് ഇങ്ങോട്ട്. അപ്പം നമ്മൾ ഏറ്റുമാനൂർ പോയി കളക്ട് ചെയ്യാൻ പോകുന്നതിൻ്റെ ഓൺ ദ വേ ആണ്. സോ യെസ്, അപ്പം നമുക്കിനി പപ്പീനെ ഒക്കെ കാണുമ്പോൾ കാണും. അപ്പോൾ ബേസിക്കലി ദിസ് ഇസ് എ ബിഗ് ഡ്രീം കം ട്രൂ ഞങ്ങൾക്ക് എല്ലാവർക്കും. നമ്മൾ ചെറുപ്പം മുതലേ നമുക്ക് ഒരുപാട് പപ്പീനെ ഇഷ്ടമായിരുന്നു. അപ്പം നമ്മൾ അങ്ങനെ ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് ഒരുപാട് നാളുകൾക്ക് ശേഷം അപ്പേനെയൊക്കെ കുറേ കൺവിൻസ് ചെയ്ത് നമ്മൾ മേടിക്കുന്നതാണ്. അപ്പം അതിൻ്റെയൊക്കെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. സോ ഇനി വരുമ്പോൾ കാണിക്കാൻ. സോ ഞങ്ങളുടെ വൺ ഓഫ് ദി മെയിൻ ഡ്രീം കം ട്രൂ ആണ്. ഞങ്ങൾ ഒത്തിരി ആഗ്രഹിച്ച ആളാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് ഇത് വരുന്നത്. സോ വി ആർ ഓൾ വെയിറ്റിംഗ് ഫോർ ദ മൂവ്മെൻറ്റ് ദാറ്റ് വി hold him in our hands. So anyway, let's see. പത്രോസിന്റെ ആരാ? മമ്മ ഞാൻ ചേച്ചി കുഞ്ഞേച്ചി. ഒരു ഗുഡ് പെറ്റ് ഷോപ്പ് ഒന്നും കിട്ടിയില്ല. അപ്പോൾ നമ്മൾ പെറ്റ് ഷോപ്പിലൊക്കെ പോയി അവന് വേണ്ട കുറേ സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചു ഓൾറെഡി. പക്ഷെ അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ബിക്കോസ് നമ്മൾ മറന്നുപോയി. ഓക്കെ, അപ്പം നമ്മൾ ഇനി അവന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അവൻ്റെ വണ്ടി വരാറായി. ഒരു വലിയ ടർക്കി മേടിച്ചു. ഇത് അവൻ്റെ പൂച്ച ക്ലീൻ ചെയ്യാനായിട്ട് വേണ്ടിയിട്ട്, ഇത് അവൻ്റെ ദേഹം തുടയ്ക്കാൻ വേണ്ടിയിട്ട്. നമ്മളെല്ലാ സാധനവും നമ്മൾ പിങ്കാണ് മേടിച്ചുകൊണ്ടിരുന്നത് ഇത്രയും നാളും, സിൻസ് വി ബോത്ത് വർ ഗേൾസ്. അപ്പം നമ്മുടെ വീട്ടിലൊക്കെ ആദ്യമായിട്ടാണ് ഒരു ബേബി ബോയ് വരുന്നത്, മെയിൽ വരുന്നത്. അപ്പം അതുകൊണ്ട് വി തോട്ട് ഓഫ് ബൈയിങ് എവറിത്തിങ് ബ്ലൂ. തീരെ കുഞ്ഞു, ഞാൻ ഇത്ര കുഞ്ഞാണ്. നമുക്ക് അങ്ങനെ നമ്മുടെ പത്രോസിനെ കൈ കിട്ടിയിരിക്കുകയാണ്. അവിടെ ആരാ ഇരിക്കണേ? ആക്ച്വലി നമ്മള് ഫോട്ടോയിലൊക്കെ കണ്ടതിനേക്കാളും ഒത്തിരി കുഞ്ഞാ. 45 ദിവസമായിട്ടുള്ളൂ. ഇവന്റെ ബർത്ത്ഡേ എന്നാണെന്ന് ചോദിക്കണം ആ ചേട്ടനോട്. എന്റെ കണ്ണൊക്കെ നിറയുന്നു. നമ്മുടെ മുട്ടമണിയാണ് ഇത്. പകലും ഇരവും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് അവൻ്റെ കൂടെ വീട്ടിലെത്തിയപ്പോൾ അവൻ്റെ കളിയും അവൻ്റെ ചിരിയും കണ്ട് ഞങ്ങളും അവനോട് കുറേ നേരം കളിച്ചു. അവൻ നമ്മളെ തന്ന ആൾക്കാർ പറഞ്ഞു അവൻ നല്ല ക്ഷീണമായിരിക്കും, അപ്പം നിങ്ങൾ അവന് റെസ്റ്റൊക്കെ കൊടുത്ത് പതിയെ ഫുഡൊക്കെ കൊടുത്താൽ മതി. പക്ഷെ ആളൊട്ടും ടയേർഡൊന്നുമില്ല, ലൈക്ക് നല്ല പോലെ എനർജറ്റിക്കാണ്. അപ്പം ഇത്രയും നേരം നമ്മളിവിടെ കളിച്ച് അപ്പോൾ നമ്മൾ കുറച്ച് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ആള് കുറച്ച് അപ്പിക്കിട്ട് ഇപ്പം നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയാണ്. ഞാൻ കാണിച്ചു തരാം.
പത്രോസേ